കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. അത് ഒരു പക്ഷേ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. റിവേഴ്സ് റെമിറ്റൻസ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്ത് അവരുടെ പണം, അവർ കിട്ടുന്ന അധ്വാനത്തിൻ്റെ, അവർക്ക് കിട്ടുന്ന കൂലി അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് മാറുന്നു എന്നുള്ള രീതിയിലാണ്. റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട് കേരളത്തിൽ. അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൂടെ ജോലി ചെയ്യുന്നുണ്ട്. സർ, അവര് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൂലി കിട്ടുന്നത് ശനിയാഴ്ച. വളരെ കുറച്ച് പൈസയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മദ്യപിക്കുന്നതിന്റെ പൈസ മാത്രമാണ് കാര്യമായിട്ട് സർക്കാരിലേക്ക് വരുന്നത്. അത് കുറച്ച് പെർസെൻറ്റേജ് ആണ് അവരിൽ. ബാക്കിയുള്ളത് അവർ വളരെ ചെലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത്. അവർ ഗോതമ്പ് പൊടിയും ഉള്ളിയും സവാള പിന്നെ ദാലുമാണ്, പരിപ്പുമാണ് അവർ വാങ്ങിക്കുന്നത്. അറിയാലോ, പെരുമ്പാവൂർ MLA-ക്കൊക്കെ. അവിടെയും അദ്ദേഹം പെരുമ്പാവൂരിനെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ, പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള ഒരു സ്ഥലത്ത്, നമുക്കറിയാം കേരളത്തിൻ്റെ ഇക്കോണമി എന്ന് പറയുന്നത് വളരെ പൂർണ്ണമായിട്ടും മുൻകാലങ്ങളിൽ വിദേശ പണത്തെ, പ്രത്യേകിച്ച് ഗൾഫ് മണിയെ മാത്രം ആശ്രയിച്ച് നിലനിന്ന് പോകുന്ന ഒരു സമൂഹമാണ്. ഇപ്പോഴും കേരളത്തിൻ്റെ ധനകാര്യ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നിലനിന്ന് പോകുന്നത്. ഇവിടെ ബാക്ക് ബോൺ അവരുടെ ഗൾഫ് മണിയാണ്, അല്ലെങ്കിൽ പിന്നെ വിദേശത്ത് പോയിട്ട് നമ്മുടെ ആൾക്കാർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണെന്നൊക്കെ പിന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ അവരും ശരിക്കും പറഞ്ഞാൽ ഒരു 4 ആൾക്ക് കഴിയാൻ പറ്റുന്ന ഒരു മുറിക്കകത്ത് അല്ലേ 50-60 ആള് താമസിച്ചിട്ട് അട്ടിയായിട്ടൊക്കെ തന്നെ അവരുടെ ബെഡ് ഭയങ്കര കഷ്ടപ്പെട്ടാണ് അവർ അവിടെ തീരെ ഇൻവെസ്റ്റ് ചെയ്യാതെ ആ പൈസയാണ് ഇവിടേക്ക് അയച്ചിട്ട്, അതാണ് നമ്മളിപ്പോ പിന്നെ വിദേശം പറയുന്ന ബാക്ക് ബോണ്. അപ്പൊ അവിടെ തീരെ ചെലവാക്കാതെ അവർ കഷ്ടപ്പെട്ടിട്ട് അവിടുത്തെ പൈസ മുഴുവൻ ഇങ്ങോട്ട് വന്നിട്ട് തന്നെയാണ്. അപ്പൊ ഇത് സ്വാഭാവികമാണ്, ഇത് ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മളെ നിലനിർത്തി കൊണ്ടുപോകുന്നവരാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു പിന്നെ പ്രസ്താവന എങ്ങനെയാണ് ബാബു കാണുന്നത്? അതായത് ഇന്നലെ, അതായത് 29-ാം തീയതിയാണ് മുഖ്യമന്ത്രി സതീശൻ റിവേഴ്സ് റെമിറ്റൻസ് നമ്മുടെ നാട്ടിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണെന്നും ഇത് വലിയ കുഴപ്പം പിടിച്ചൊരു കാര്യമാണെന്നും പറയുന്നത് ഇന്നലെയാണ്. ഇത് ആദ്യമായിട്ടില്ല അദ്ദേഹം പറയുന്നത്. 2025 മാർച്ചിൽ NDTV-യുടെ ഒരു കോൺക്ലേവിൽ അദ്ദേഹം ഇതേ കാര്യം പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ അതേ കാര്യം, ഒരു വ്യത്യാസമില്ല എന്ന് പറയുന്നത് അതേ കാര്യം തന്നെയാണ് പറയുന്നത്. പറഞ്ഞ കാര്യം ഇതാണ്: കേരളത്തിൽ ഇപ്പോൾ 40 മുതൽ 50 ലക്ഷം വരെ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് പണിയെടുക്കുന്നു. ആ പണി കിട്ടുന്ന പണം അവർ ശനിയാഴ്ചയാണ് അവർക്ക് പണം കിട്ടുന്നത്. ഈ പണം അവർ തിങ്കളാഴ്ച ബാങ്ക് വഴി അയക്കുന്നു. ഇതാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ബാങ്ക് വഴി പോലും അയക്കുന്നത്, അത് GPay വഴി അയക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരിവിടെ അങ്ങനെ ജീവിക്കുന്നു. അവർ കുറച്ച് ചോറും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും ഉള്ളി, പരിപ്പ്, ഈ 3 സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വേറെ ഒന്നും ചെയ്യാതെ, പിന്നെ അദ്ദേഹം ഒരു തമാശ പറഞ്ഞതിനിടയ്ക്ക് കുറച്ച് ആളുകൾ മദ്യപിക്കുന്നുണ്ട്, ആ പൈസയും കിട്ടുന്നുണ്ട്. അതാണ് വരുമാനം. ആകുല വരുമാനം ഇതാണ്. ഇത് കഴിഞ്ഞ് ഇത്രയും ചെറിയ തോതിൽ ജീവിച്ചിട്ട് അവരിൽ കിട്ടുന്ന പണം മുഴുവൻ അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു. അങ്ങനെ അവരുടെ ആക്ടിവിറ്റി ഇവിടെ പണത്തിന്റെ ഒരു സർക്കുലേഷന് ഉപകാരപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അവർ പണം എടുത്തിട്ട് വേറൊരു സംസ്ഥാനത്തേക്ക് അയച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി നിന്ന് പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു പോയിന്റ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു സമ്പദ്ഘടനയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദോഷമാണെന്നുള്ളൊരു തോന്നലാണ് നമുക്കിത് കേൾക്കുമ്പോൾ ഉണ്ടാവുക. കൂട്ടത്തിൽ അദ്ദേഹം ഈ ചർച്ച ഒരു ദീർഘമായ ഒരു പ്രഭാഷണമാണ് അദ്ദേഹം അതിൽ നടത്തിയത്. ധനാഭ്യർത്ഥനയെ കുറിച്ചാണ് ചർച്ചയെങ്കിലും അദ്ദേഹം കെയ്നീഷ്യൻ തിയറിയെക്കുറിച്ചും എങ്ങനെയാണ് സർക്കാരുകൾ പണം ചെലവഴിക്കുന്നതിനെ കുറിച്ചും ഇപ്പോൾ നമ്മുടെ സമ്പദ്ഘടനയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിലെ പ്രവാസികളുടെ പണം ഇവിടെ ഇനി മുതൽ റെമിറ്റൻസ് എക്കണോമിയെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് എക്കണോമിയായി മാറുന്നതിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കേരളത്തിന് പുറത്തുനിന്ന് പോയി ജോലി ചെയ്യുന്ന, അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളായിട്ടുള്ള ആളുകൾ അയക്കുന്ന തുക ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റായി വരികയും അതിലൂടെ നമ്മുടെ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആശയമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് പറയുന്ന അദ്ദേഹം തന്നെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മളവിടെ നിന്ന് പണം മുഴുവെടുത്ത് അങ്ങോട്ട് പോയി ഇതൊരു അപകടം പിടിച്ചൊരു കാര്യമാണെന്ന് പറയുന്നത്. ഇതിനെ പല രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം നമ്മൾ രണ്ടുപേരും സാമ്പത്തിക വിദഗ്ധരല്ല, നമ്മൾ പത്രപ്രവർത്തകരാണ്. അപ്പോൾ സാമ്പത്തിക വിദഗ്ധർക്ക് പറയാവുന്ന രീതിയിലല്ല നമ്മൾ അതിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നത്, മറിച്ച് അതിലെ ഒരു വംശീയമായ ഘടകങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധർക്ക് അതിൽ പല കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്തായാലും നമ്മളുടെ ഒരു ചുരുങ്ങിയ അറിവ് പ്രകാരം
ഇവിടെ ഒരു എക്കണോമിക്കൽ ആക്ടിവിറ്റി നടക്കുന്നതുകൊണ്ടാണ് ഇവിടേക്ക് ആളുകൾ വരുന്നത്. ഇതൊരു വലിയൊരു സമ്പദ്ഘടനയാണ്. ഇവിടെ ധാരാളം കൺസ്ട്രക്ഷൻ നടക്കുന്നത്. കൂടുതൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് പൊതുവെ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന കുറേ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരൊക്കെ ഇവിടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നു, ഷോപ്പ് എംപ്ലോയീസ് ആയിട്ട് ജോലി ചെയ്യുന്നു, ഹോട്ടൽ തൊഴിലാളികളായിട്ട് ജോലി ചെയ്യുന്നു, പലതരം ജോലികൾ ചെയ്യുന്നു. ഈ ജോലികളൊക്കെ അവർ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടുത്തെ പല കാര്യങ്ങളും നടന്നു പോകുന്നത്. അതിനിവിടെ നിന്ന് ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ തുക കൊടുത്തുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. തയ്യാറാവാത്ത അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയാത്ത അല്ലെങ്കിൽ അതിന് മതിയാകാത്ത തൊഴിലാളികൾ ഇവിടെ അവർ ജോലി ചെയ്യും. ആ തുക നമ്മൾ അവർക്ക് കൊടുക്കുകയും അവർ അങ്ങോട്ട് അയക്കുകയും ചെയ്യുന്നു. അവരിവിടെ ചെയ്യുന്നത് എന്താ? എക്കണോമിക്കൽ ആക്ടിവിറ്റിയാണ്. അതായത് ആ തൊഴിലാളികൾ കേരളത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. ഇവിടെ നടക്കുന്ന സമ്പദ് പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. മണി സർക്കുലേഷന്റെ ഒരു ഉപാധിയാണ് അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇവിടെ നിന്ന് പണം അങ്ങോട്ട് അയക്കാൻ മാത്രമല്ല, ഇവിടെ സാമ്പത്തിക പ്രവർത്തനം നടത്താനുള്ള ഉപാധിയാണ് അവര്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ബംഗാളിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ബംഗാളില് 10 ലക്ഷത്തോളം തൊഴിലാളികൾ ബംഗാളിലേക്ക് തിരികെ പോയി. ബംഗാളിലേക്ക് അത് പല സംസ്ഥാനങ്ങളും തിരികെ പോയി. വേറൊന്നുമല്ല, SIR സാഹചര്യത്തിൽ ഇനി വോട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇന്നിപ്പോ രാജഗോപാൽ സാറിന് സംഭവിച്ചതുപോലെ അവർ വോട്ട് ചെയ്തില്ലെങ്കിൽ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്നൊരു പ്രചാരണം ആ ഭാഗത്ത് ഉണ്ടായി. അതോടുകൂടി ഒരുപക്ഷെ BJP നടത്തിയൊരു പ്രചാരണമായിരിക്കണം അത്. എല്ലാ തൊഴിലാളികളും ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോയിട്ട് അവരൊന്ന് വരാൻ വൈകി. പല കാരണങ്ങളാണ് അവർ വരാൻ വൈകിയത്. അപ്പോ ഇവിടെ കേരളം കുലുങ്ങി എന്ന് പറയാം. കാരണം ഇവിടെ മുഴുവൻ എന്തൊക്കെ പ്രശ്നം. അങ്കമാലിയിലെ ആളുകൾ എഴുതി വെച്ചു, 2000 രൂപയിൽ കൂടുതൽ താഴെയാണ് നിങ്ങളുടെ ശമ്പളം, നിങ്ങൾക്ക് 1500 നിങ്ങളുടെ മിനിമം വേജസ്, അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തോരം പ്രശ്നം അങ്കമാലിയിൽ ഉണ്ടായത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിന്ന് പോയാൽ എക്കണോമിക് ആക്ടിവിറ്റി നിൽക്കുമെന്നാണ് കാര്യം. അപ്പൊ സതീശൻ മുഖ്യമന്ത്രി പറയുന്ന കാര്യം 2-3 തരത്തിൽ. ഒന്ന്, സാമ്പത്തികശാസ്ത്രപരമായി ഇത് തെറ്റാണ്. 2, ഇതൊരു വംശീയതയുടെ ഒരു പ്രത്യയശാസ്ത്രമാണ്. അതായത് കുടിയേറ്റം നടത്തുന്ന തൊഴിലാളികൾ മുഴുവൻ അവിടുത്തെ സമ്പദ്ഘടനയെ തകർക്കാൻ വരുന്നവരാണെന്നും സമ്പദ്ഘടനയെ തൊഴിലാളികളുടെ ഇവിടെയുള്ള ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നവരാണെന്നുള്ള രീതിയിലുള്ള ഒരു ആഖ്യാനം ഒരുപാട് നടന്നിട്ടുണ്ട്. നമുക്കറിയാം, മലയാളികളായിട്ടുള്ള ആളുകൾ അതിൻ്റെ ഒരു ഇരകളാണ്. കാരണം എന്താ വെച്ചാൽ ബോംബെയിലൊക്കെ പണ്ട് ശിവസേന വളർന്നു വരുന്നതന്നെ ഇവർ തൊഴിൽ കളയുന്നു എന്ന് പറയുന്ന ഒരു ആഖ്യാനത്തിന്റെ പുറത്താണ് ആക്രമണം നേരിട്ടിട്ടുണ്ട് അവര്. ഇതൊക്കെ സംഭവിക്കുന്നത് ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോ ഇതൊരു വംശീയതയുടെ പ്രത്യയശാസ്ത്രമാണെന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതിൽ വേറൊരു ഘടകം കൂടിയുണ്ട്. അതായത് സതീശന് ചരിത്രം അറിയാത്തതിന്റെ കുഴപ്പമാണ്. കാരണം വെച്ചാൽ കേരളത്തിൽ ഇത്തരം പ്രചാരണം നടക്കുന്നത്, ഇപ്പോൾ സതീശൻ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, പ്രവാസികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പണം അയക്കുന്നു. ഈ പണമാണ് നമ്മുടെ ബാക്ക് ബോൺ, നമ്മളത് മനസ്സിലാക്കണം. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതേ മന്ത്രിമാർ, ഇതേ പാർട്ടിയുടെ മന്ത്രിമാർ, ഇതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ, ഇവർ മുഴുവൻ പറഞ്ഞിരുന്നത് പ്രവാസികളായ ആളുകൾ കേരളത്തിലേക്ക് അയക്കുന്ന പണമാണ് നമ്മുടെ സമ്പദ്ഘടനയെ തകർക്കുന്നത് എന്ന് പറഞ്ഞുള്ള ചരിത്രം 70-ൽ കേരളത്തിലുണ്ട്. 70-ലെയും 80-ലെയും പ്രസിദ്ധീകരണങ്ങൾ ഞങ്ങൾ ഇസ്ലാമോഫോബിയെ കുറിച്ച് പഠിക്കുന്നതിന്റെ ഭാഗമായി പരിശോധിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാല്, ഇവിടുത്തെ സാമ്പത്തിക പ്രവർത്തനത്തെ, ഇവിടുത്തെ ധാർമ്മികതയെ, ഇവിടുത്തെ മൂല്യങ്ങളെ, ഇവിടുത്തെ സമ്പദ്ഘടനയെ ഒക്കെ തകർക്കുന്നത് പ്രവാസികൾ ഇങ്ങോട്ട് അയക്കുന്ന പണമാണെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് മലപ്പുറത്തെ ഈ കുഴപ്പങ്ങൾ, അതുപോലെ നാട്ടിൽ മുഴുവൻ കൂലി വർദ്ധിച്ചതിന് കാരണം, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ കാരണങ്ങൾക്കും മുഴുവൻ അപകടങ്ങൾക്കും കാരണമായി പറഞ്ഞിരുന്നത് ഇതേ പ്രവാസികളുടെ പണമാണ്. ഇന്ന് ഇതേ പ്രവാസികളുടെ പണമാണ് നമ്മളുടെ സമ്പദ്ഘടനയെ ബാക്ക് ബോൺ എന്നാണ് പറയുന്നത് മറ്റൊരു മുഖ്യമന്ത്രിയാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ ഇതേ മുഖ്യമന്ത്രിമാര് നേരത്തെ ഇതേ പ്രവാസികളെ വംശീയമായി ആക്രമിച്ചിരുന്നു. വംശീയമായ അതിന്റെ നിരവധി തെളിവുകളുണ്ട്. അതായത് ഒരു രസകരമായ തെളിവ് എന്താണെന്ന് വെച്ചാല്, അതായത് നമ്മുടെ നാട്ടില് ലൈംഗിക വൈകൃതങ്ങൾക്ക് കാരണം പ്രവാസികളാണെന്ന് പറഞ്ഞിരുന്നത്. കാരണം വെച്ചാൽ നാട്ടിലെ എല്ലാ ആളുകളും ഗൾഫിലേക്ക് പോയി. അപ്പൊ ഇവിടെയുള്ള പെണ്ണുങ്ങൾ മുഴുവൻ ഈ ആണുങ്ങളെ നോക്കിക്കൊണ്ട് ആളുകളെ ഈ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലെ വളരെ പ്രമുഖനായ എഴുത്തുകാരൻ മാതൃഭൂമിയിൽ ലേഖനം എഴുതിയിട്ട് ആളുകളുടെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ആ ലേഖനം കമി ചേന്ദമംഗലൂര് എഴുതിയ ലേഖനത്തിൽ ഒരു വാചകമാണത്. കമി ചേന്ദമംഗലൂര് ആ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ എഴുതിയൊരു ലേഖനത്തിലാണ് ഈ റോഡിന്റെ ജനലഴികളിൽ ഇങ്ങനെ തുറിച്ചു നോക്കി റോഡിലേക്ക് നിൽക്കുന്ന സ്ത്രീകളെ കുറിച്ചും അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിന് കാരണമൊക്കെ ആയിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അദ്ദേഹം മാത്രമല്ല പറഞ്ഞില്ലേ, ഈ പണം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ
മുസ്ലിങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ സുഗതകുമാരി ഒരു സ്വത്ത് വാങ്ങിക്കൂട്ടുന്നു എന്നുള്ള രീതിയിൽ സ്വത്തുമാരി ഇവിടുത്തെ മുഴുവൻ അവര് മാത്രമാണ് എല്ലാം. സുഗതകുമാരി കവിത എഴുതിയിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ മലയാള സിനിമയുടെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളിലൊന്ന് നായന്മാരുടെയും നമ്പൂരിമാരുടെയും മനകളും വീടുകളും ഭൂമിയും പിടിച്ചടക്കിയ മാപ്പിളന്മാരുടെ കഥകൾ കൊണ്ട് വിലക്ക് വാങ്ങിയ ആളുകളായിട്ടാണ് ഇവർക്ക് ചിത്രീകരിച്ചത്. അപ്പോൾ പ്രവാസികൾ നമ്മുടെ നാട്ടില് വലിയ ദോഷം ചെയ്ത ആൾക്കാരായിട്ട് പറഞ്ഞ ഇതേ ആൾക്കാരാണ് ഇന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പണം വാങ്ങിക്കുന്നവർ കുഴപ്പമാണെന്ന് പറഞ്ഞത്. അതായത് ഇവർക്കൊക്കെ ബുദ്ധി കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. ഇതിൽ വേറൊരു തമാശയുണ്ട് ബാബു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു മലയാളി ഒരു ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ, ഒരു പണിക്ക് വിളിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ വലിയ പൈസ അല്ലേ, 1400 1500 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അതിന്റെ പകുതി പൈസ കൊടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതര സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിഥി തൊഴിലാളികളെ എന്നൊക്കെ വിളിച്ചിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. എന്നിട്ട് അവര് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇതിനൊക്കെ അവര് സഹായകമാവുകയാണ് ചെയ്യണത്. രണ്ടാമത്തെ ഒരു ഘടകമുണ്ട്. അതായത് ഇത് തന്നെയാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ തൂഫാൻ എന്താ ചെയ്യുന്നത്, ഇവിടെയുള്ള പറഞ്ഞു പെരുമ്പാവൂരിന്റെ പേര് ഈ സന്ദർഭത്തിലും ഈ വീഡിയോയിൽ അദ്ദേഹം നമ്മളത് കുറച്ച് നേരത്തെ കേട്ടതാണ്, അതിലും അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ ഒരു രീതി എന്താണ്, അത് ഇതിൽ ഏറ്റവും താഴെ തലത്തിലുള്ള ആളുകളെ മുഴുവൻ ക്രിമിനലൈസ് ചെയ്തുകൊണ്ടും ഇവിടുത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾ മുഴുവൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട മയക്കുമരുന്നിൻ്റെ ആളുകൾ ഈ ആളുകളാണെന്ന് പറഞ്ഞിട്ടുള്ള ആഖ്യാനാണ് സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അതായത് അതിനെക്കുറിച്ചുള്ള ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മളത് ചർച്ച ചെയ്തതാണ്. സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തലയും സതീശനൊക്കെ പറഞ്ഞ വാചകം, നമ്മളുടെ നാട്ടിലേക്ക് ധാരാളം ആളുകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു, പുറത്തുനിന്ന് വരുന്നു, അവരാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ പുറത്തു വരുന്ന ആളുകളാണ്. കുഴപ്പക്കാർ മുഴുവൻ പുറത്തുനിന്ന് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടുത്തെ കുഴപ്പക്കാർ. നമ്മളൊക്കെ നല്ല ആൾക്കാരാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളെ പിടിക്കാനുള്ള ഒരു പരിപാടിയുടെ പേരാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇതും അതായത് ഈ പറഞ്ഞ കാര്യവും ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത ഈ രണ്ട് കാര്യങ്ങളും വംശീയതയുടെ പ്രത്യയശാസ്ത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു ഘടകമാണ് നമ്മൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് കറക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് പണം പോകുന്നു എന്നത് സത്യമാണ്, അതിൽ തെറ്റില്ല. അത് വംശീയമായാലും മനസ്സിലാക്കേണ്ടതെന്നാണ് അതിന് ഒന്നാമത്തെ നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ആ പണം അവർ ചെലവഴിക്കണം നല്ല കാര്യമാണ്. അത് നല്ല കാര്യമാണ്. നമുക്ക് പറയാം എങ്ങനെയാണ് അവരിവിടെ പണം ചെലവഴിക്കുക. അവർക്ക് ആവശ്യമായ അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുമെന്ന് പ്രഖ്യാപിക്കുക. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ പ്രവാസികളായിട്ടുള്ള തൊഴിലാളികൾ പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവന്നോളൂ, ഇവിടെ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കും, അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ സ്കൂളുകൾ ഞങ്ങൾ സ്ഥാപിക്കും, ഞങ്ങൾ ഹിന്ദി ഇവിടെ പഠിപ്പിക്കും, ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിന്ദി മാതൃഭാഷയാക്കിയിട്ട് ഞങ്ങൾ ഒരു സ്കൂളിനെ ഞങ്ങൾ തുടങ്ങും, അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക് നിങ്ങൾ വന്നോളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്തുണ്ടാവും, അവരുടെ സംസ്ഥാനത്തിനേക്കാൾ നല്ല രീതിയിൽ ജീവിക്കാവുന്ന ഒരു സ്ഥലമാണ് കേരളം. അവരെന്ത് ചെയ്യും, അവരെല്ലാവരും കൂട്ടത്തോടെ ഇവിടെ നിന്ന് പണം അയക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കും. അതായത് ഇവിടെ അവർക്ക് സംവിധാനം ഒരുക്കുക. അവര് നമ്മുടെ സമ്പദ്ഘടനയുടെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് പണം വാങ്ങിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ മാത്രമല്ല, ഇവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് അവരെ മാറ്റാണ് വേണ്ടത്. ആ രീതിയിൽ ആലോചിക്കാതെ ഇതിന് വംശീയമായി ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തില് വി.ഡി. സതീശനെ പോലുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യം ഇതാണ്. ഇത് വി.ഡി. സതീശന് ഈ കാര്യം മനസ്സിലായില്ലെങ്കിലും തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ ഈ കാര്യത്തിന് മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വംശീയതയാണ് ഈ രീതിയിൽ കാണുന്നത് എന്ന് അദ്ദേഹം കഴിഞ്ഞ ഈ NDTVയുടെ കോൺക്ലേവിലാണ് ഈ കാര്യം ആദ്യം പറയുന്നത്. അപ്പം തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്, അവരെ നമ്മളെ സമ്പദ്ഘടനയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടുംബങ്ങളെ സ്കൂളിൽ പോകാനുള്ള ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. അതിഥി തൊഴിലാളി പോലെയുള്ള അതീവ റൊമാൻറ്റിക് ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും ഒരു പരിധി വരെ ചില കാര്യങ്ങൾ അവർ നടപ്പിലാക്കിയിരുന്നു. സതീശൻ സർക്കാരിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആ സർക്കാരിനേക്കാളും ആ സർക്കാരായിട്ട് മത്സരിച്ചുകൊണ്ട് കേരളത്തിലെ 40-50 ലക്ഷത്തോളം വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു വിഭാഗത്തെ ഇവിടെ തന്നെ നിർത്താനും അവരുടെ കുടുംബത്തെ ഇവിടെ നിർത്താനും അവർക്ക് അതിനാവശ്യമായ സംവിധാനങ്ങൾ കൊടുക്കാനും അവരുടെ കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനും ആ വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ഇവിടെ ഒരു എക്കണോമിക്കൽ ആക്ടിവിറ്റി ഉണ്ടായി. ആ കുടുംബം ഇവിടെ വന്നെന്താ സംഭവിക്കുക, ഇവിടെ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവും. അങ്ങനെയല്ല ഒരു മുഖ്യമന്ത്രി ചിന്തിക്കാണ്ട്. അതിന് പകരം അദ്ദേഹം വേറൊരു കാര്യങ്ങൾ അമ്പയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന് പകരമായി അദ്ദേഹം ഇതല്ല പറയുന്നത്. ഈ സന്ദർഭത്തിൽ ആള് പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞാല്, ഈ അദാനിക്ക് വേണ്ടിയിട്ട് കടൽ തീരം മൊത്തത്തിൽ വിറ്റഴിച്ചിട്ട് മാത്രമാണ് കനീഷ് തിയറിയൊക്കെ അവിടെ വിശദീകരിക്കേണ്ടായി. ആ
സന്ദർഭത്തിൽ. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരണം, ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വലിയ കടൽ തീരം ഇവിടെ പോർട്ട് വരണം എന്നാണ് പറഞ്ഞത്. ഒരു പോർട്ട് വന്നതിന്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ നമുക്കറിയാം, അദാനി പോർട്ട് വന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളം ഇത്ര അധികം ഇപ്പം ഈ തൂഫാനൊക്കെ നടത്തുന്ന നിലയിലേക്ക് കേരളം പോയിട്ടുള്ളത്. പക്ഷേ അതുകൂടി അതിൻ്റെ ഇടയിൽ കൂടെ പറയേണ്ടതുണ്ട്. തൂഫാന്റെ ഭാഗമായിട്ട് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നൊക്കെ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ വെറും ഇത്തിരി കഞ്ചാവൊക്കെ കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരാണ്. നമ്മളെ ഏറ്റവും അടുത്തിട്ടുള്ള മനുഷ്യരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വലിയ തോതിൽ ഇപ്പോൾ മറ്റ് രാസലഹരി പിന്നെ കൊണ്ടുവരുന്നവരെയോ അല്ലെങ്കിൽ വലിയ തോതില് മറ്റ് ഹീറോയിൻ അവരൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരൊന്നും ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഏറ്റവും അടിത്തട്ടിലുള്ള സാധാരണ കുറച്ച് കഞ്ചാവൊക്കെ ആയിട്ട് നടക്കുന്ന കുറെ ആൾക്കാരാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ അത്ര മോശമായിട്ട് പറയല്ല, പക്ഷെ സംഭവിച്ചത് അതാണ്. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ കടൽ തീരം അദാനിക്ക് വിൽക്കലാണ് വഴി. കടൽ തീരം അദാനിക്ക് വിറ്റാൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരും, ഇവിടെ പോർട്ട് വന്നാൽ ഇവിടെ വലിയ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് വരും. അങ്ങനെ കേരളത്തിന്റെ പിന്നെ ഇക്കണോമിക് പ്രശ്നങ്ങളെ പരിഹരിക്കാനാവും, ഇവിടെ സജീവമാക്കാൻ കഴിയും, നോക്കണ മാർക്കറ്റ് സജീവമാക്കാം എന്നുള്ള രീതിയിലൊക്കെ. നമ്മൾ ഈ മൾട്ടിനാഷണൽ കമ്പനികളെ പോലെയുള്ള ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്താ ചെയ്യുക, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും ചെയ്യുന്നത് തന്നെയാണ്. അവരിവിടെ നിന്ന് പണം അങ്ങോട്ട് കൊണ്ടുപോവാ. ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ തോന്നുന്ന ഈ പ്രശ്നമൊന്നും ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിനോട് സജഷനില്ല. അപ്പൊ തെറ്റായിട്ടുള്ള മണ്ടൻ എക്കണോമിക്സ് നാട്ടുകാരോട് പറയുന്നത്. അല്ല, അദാനി പോർട്ട് നമ്മുടെ മുന്നിൽ കിടക്കുക. കാരണം അദാനി പോർട്ടിന് വേണ്ടിയിട്ട് 60% പൈസ സംസ്ഥാന സർക്കാർ ചെലവാക്കി. മാത്രമല്ല പിന്നെ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള പൈസ പോലും തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. എന്നിട്ട് അതിന്റെ ലാഭം മൊത്തം അദാനി കൊണ്ടുപോവാണ് ചെയ്യണത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യമുള്ള കേരളത്തില്? അത്തരം ഇൻവെസ്റ്റ്മെന്റ് ആണോ ഇനിയിപ്പോ ഈ പിന്നെ മണല് വിറ്റിട്ട് ഉണ്ടാക്കാൻ പോണത് കേരളത്തില്? ഈ രീതിയിൽ പിന്നെ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇവിടുത്തെ എക്കോണമിയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കണ അവരെ ആണ് പ്രശ്നം എന്ന് പറയുകയും വലിയ തോതിൽ അദാനി പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പരവതാനി വിരിച്ചു കൊടുക്കും ചെയ്യുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് എന്തായാലും അതിൽ നമുക്ക് അത് അംഗീകരിക്കാനാവില്ല. അതിൽ തെറ്റുണ്ട്, അത് തിരിച്ചറിയണം എന്നുള്ളത് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത്.